അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പച്ച മാങ്ങ ഇവിടെ അരിഞ്ഞത് അത്യാവശ്യം വലിയ കഷ്ണമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാധനം വെച്ചിട്ട് നമ്മൾ ഇന്ന് ഈ കറിക്ക് പേരൊന്നും നമുക്കറിയത്തില്ല, കാരണം അമ്മ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ഒരു മാങ്ങ വെച്ചിട്ട് നമുക്ക് നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി വേറെ ഒരു കറിയും നമുക്ക് ആവശ്യമില്ല ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി അമ്മ പെട്ടെന്ന് തന്നെ റെഡിയാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിന്റെ പേര് നമുക്കത് പേരൊന്നും ഇട്ടിട്ടില്ല, നമ്മള് പേരില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയോ. അപ്പോൾ നമ്മളിത് കൽച്ചട്ടിക്കാൻ തന്നെ നമ്മുടെ പരിപാടിയെ സ്വല്പം എണ്ണ വേണം. എണ്ണയൊന്നും വേണ്ട കേട്ടോ, ഇതിന് കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ. ഒരു ടീസ്പൂൺ എണ്ണയൊക്കെ ആവശ്യമുള്ളൂ. വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എണ്ണ ചൂടാണ്. ചൂടായിട്ട് നമുക്ക് കടുക്, ഉലുവ മുതലായ സാധനങ്ങളൊന്ന് പൊട്ടിക്കണം. പൊട്ടിച്ചിട്ട് വേണം നമുക്ക് ഇതിനകത്ത് ബാക്കി പരിപാടി. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, കാരണം കൽച്ചട്ടി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ചട്ടി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാവേ. നമ്മളിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് ഇട്ടിരിക്കുന്നത്. വളരെ കുറച്ച് മതി കേട്ടോ ഇതിന്. അപ്പം അത്രയും തന്നെ നമുക്ക് കടുകും കൊടുക്കാം. അപ്പം അത് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പഞ്ചസാരകളൊക്കെ ചേർത്ത്. അതെ, ഒരു ഒഴിച്ചുകറിയാണ് സംഭവം. ഒഴിച്ചുകറിയാ, അത്രയൊക്കെ നമുക്ക് പേര് പറയാം. വേറെ പ്രത്യേകിച്ച് കറികളൊന്നും പിന്നെ നമുക്ക് വേണ്ട. ഇത് ഉണ്ടാക്കി മാങ്ങ മതി, അധികം മാങ്ങായും വേണ്ട. അതന്നെ, ഈ ചില സമയങ്ങളിലൊക്കെ ഗസ്റ്റ് ഒക്കെ കയറി വരും, പക്ഷെ നമ്മുടെ ചിലപ്പോൾ അധികം സാധനമൊന്നും കാണത്തില്ല. ഇതൊരു മേമ്പൊടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനല്ല ഇച്ചിരി പുളിയുള്ള മാങ്ങയാണെങ്കിലും പുളി കുറവാണെങ്കിലും നമുക്ക് ഈ പരിപാടി റെഡിയാക്കി എടുക്കാം. അതായത് നമ്മുടെ കടുകും കാര്യങ്ങളൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുഴുപ്പിച്ചെടുക്കണം. ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് ഇഞ്ചി എടുത്തത്. അപ്പൊ അതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ അവിടെ ഒരു തണ്ട് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കും. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. നമ്മളെ ഒന്ന് മൂത്ത് വരട്ടെ, ഇഞ്ചി ഒന്ന് മൂക്കണേ, എന്നിട്ട് വേണം ബാക്കി പരിപാടി. അതെ, അപ്പൊ ഇതൊന്ന് മൂക്കട്ടെ. ഏതായാലും ഇഞ്ചി മൂക്കണമെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് നമുക്കൊന്ന് മൂത്തിട്ട് കാണാം. നമ്മുടെ ഇഞ്ചി അത്യാവശ്യം നന്നായിട്ട് മൂത്ത് നല്ല സെറ്റപ്പായി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കറിവേപ്പിലൊക്കെ മൂത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഒരു 3-4 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി, ഒരു വലുപ്പമൊന്നുമില്ല, ഇച്ചിരി വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്തിട്ട് ചെറിയ പീസുകളാക്കി എടുത്താൽ മതി. അപ്പൊ അത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മള് ഒരു ചെറിയ 4 പീസ് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഇടില്ല, നമ്മൾ പച്ചമുളകാണ്. ഇതൊന്ന് മുറിച്ചാണ് ഇട്ട് കൊടുക്കുക. അത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പച്ചമുളക് ഇതിനകത്തൊന്നുമല്ല, പക്ഷെ തിന്നാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഈ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ തീ കുറച്ചിട്ട് നമ്മള് പൊടികൾ ചേർക്കണം. നമ്മുടെ കാശ്മീരി മുളക് പൊടി, സാധാ മുളക് പൊടി കൂടെ മിക്സ് ചെയ്ത സാധനമാണ് അത്. പിന്നെ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി അപ്പൊ അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ലവന്മാരുടെ ഒരു പച്ചമുളക് ഉണ്ടല്ലോ, അതിൽ എണ്ണ അത് വെച്ച് ലവന്മാരുടെ പച്ചമുളക് ഒന്ന് മാറ്റുക. അപ്പൊ ഇത് അത്യാവശ്യം നല്ല ചൂടാണ്. അപ്പൊ ഈ കറി വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ല അടികട്ടിയുള്ള പാത്രത്തിൽ വെക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അലുമിനിയവും സ്റ്റീലും മാക്സിമം ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലത്. അതായത് മൂത്ത് അതിന്റെ കളറൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. കുറച്ച് വെള്ളം സൂക്ഷിക്കണം, ചട്ടി ചിലപ്പോ സ്ഫോടനമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തീ കൂട്ടി വെക്കാം. അപ്പൊ നമുക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. സംഭവം 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കും. 1.5 ഗ്ലാസ് വെള്ളം, അത് അത്ര എടുത്ത്. അപ്പൊ എരിവൊന്നും നോക്കിക്കാണേ, ചിലപ്പോ ഇത്രയും വെള്ളം നമ്മൾ ചേർക്കുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള ഒരുപാട് എരിവ് വേണ്ട. ഇതിലൊരു മീഡിയം എരിവും മീഡിയം പൊടി എല്ലാം ഒരു മീഡിയം രീതിയിൽ നിൽക്കുന്ന സംഭവം. അപ്പൊ ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ മാങ്ങയുടെ ആ പുളിയുടെ അനുസരിച്ചിട്ട് ചേർക്കണേ. ഓരോ മാങ്ങയ്ക്ക് ഓരോ ആദ്യം വെച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അഥവാ കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇതിപ്പോ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ചേർത്താലും മതി. അപ്പൊ ഇത് നന്നായിട്ട് നമുക്ക് വെട്ടി തിളക്കണം, അതാണ് നമ്മുടെ പരിപാടി. അപ്പൊ ആ തിളക്കുന്നിട്ട് നമുക്ക് കൽച്ചട്ടി ആണെങ്കിൽ പെട്ടെന്ന് തിളച്ച് കിട്ടും. ഇത് നമ്മുടെ വെള്ളം ഉണ്ടല്ലോ നിമിഷ നേരം കൊണ്ട് തിളച്ച്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഈ അരിഞ്ഞ് വെച്ച നമ്മുടെ മാങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സൂക്ഷിച്ചിടണേ, തെറിക്കരുത് കേട്ടോ, തിളച്ച് മേത്തൊന്നും വീഴരുത്.
നമ്മുടെ വീട്ടിലെ ആരെങ്കിലും ഒരു ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട്, അമ്മ പെട്ടെന്ന് ചെയ്യുന്ന ഒരു പരിപാടികളാണ്. മാവൊക്കെ നമ്മുടെ വീടുകളിലുണ്ടല്ലോ. അപ്പൊ എപ്പോഴാണേലും ഒരു മാങ്ങയൊക്കെ അതിൽ കാണും. സീസൺ ഒന്നും അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ കാണും. ഒരു മാങ്ങയൊക്കെ അത്യാവശ്യമൊക്കെ. അപ്പൊ ഇനി ഇതൊന്ന് തിളക്കണം. ഇപ്പൊ ഇതിനകത്ത് കിടന്ന് ഇതൊന്നും കൂടെ ഒന്ന് തിളക്കണം. അപ്പൊ നമ്മൾ മാങ്ങ ഇട്ടുകൊണ്ടാണ് ആ തിള മാറിയത്. അപ്പൊ നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് ഇവിടെ നന്നായിട്ടൊന്ന് വെട്ടി ഒന്ന് തിളക്കണം. ഒന്ന് വെട്ടി തിളച്ചു കഴിഞ്ഞാല് നമ്മുടെ പരിപാടി ഓക്കെ. അപ്പൊ നമുക്ക് ഉപ്പ് കൂടുതലാണോ കുറവാണെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. കാര്യം മാങ്ങായിലോട്ട് ഉപ്പ് പിടിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നമുക്ക് ഒന്നുകൂടെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. അപ്പൊ അവനവിടെ നിന്ന് തിളക്കട്ടെ. നമ്മുടെ മാങ്ങ അതെ അടിപൊളിയായിട്ട് എന്താ പറയുക വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പൊ ഇതുണ്ടല്ലോ ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്, എന്നാ അത്യാവശ്യം വേഗം അതായിരിക്കണം അതിന്റെ ഒരു പരുവം എന്ന് പറയുന്നത്. നമ്മൾ ഈ ചോറിനകത്തൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോ ഇങ്ങനെ ഞെവിടിയാല് അത് വരിയാൻ വരണം, എന്നാൽ അങ്ങ് വളവളാതെ അങ്ങ് പോവുകയും ചെയ്ത് ആ ഒരു രീതിയിൽ സംഭവം നിൽക്കണം. അടിപൊളിയാണ്. പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, തൊലി മാക്സിമം ഉള്ള മാങ്ങ തന്നെ എടുക്കുന്നത് നല്ലത്. തൊലി ഉള്ള മാങ്ങ അല്ല, തൊലി കളയാതിരിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ തൊലി പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ആ ഒരു പെട്ടെന്ന് അങ്ങ് അലുത്തു പോകും. അപ്പൊ അതിന്റെ നമുക്ക് ആ ഒരു നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ കൽച്ചട്ടിയിലാണ് എടുക്കുന്നെങ്കിൽ നമ്മൾ ആ എടുക്കാണ്ട ഒരു കൺസിസ്റ്റൻസിയെക്കാട്ടിലും കുറച്ചുകൂടെ നേരത്തെ തന്നെ സ്റ്റൗ നിർത്തണം, അല്ലെങ്കിൽ വീണ്ടും അത് തിളച്ചോണ്ടിരിക്കുകയും ചെയ്യും, പിന്നെ അങ്ങ് വെന്തോണ്ടിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഒരു ലാസ്റ്റ് സ്റ്റേജ് എത്താറായിട്ടുണ്ട്. അപ്പൊ നമ്മളെ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാണ്. ഈ കായപ്പൊടി ചേർക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മാങ്ങയുടെ അച്ചാറുണ്ടല്ലോ, അച്ചാറിന്റെ ടേസ്റ്റും കിട്ടും. എന്നാ അച്ചാറാണോ? അച്ചാറും അല്ല, അച്ചാറിനൊക്കെ നമുക്ക് ഒത്തിരി കൂടുതൽ സാധനങ്ങൾ വേണം. അതിന്റെ എണ്ണയും കാര്യങ്ങളും എല്ലാം വേണം. അപ്പൊ ഈ നമ്മൾ ഇത് എന്തോന്ന് അറിയാൻ വേണ്ടി നമുക്ക് വേണം ജസ്റ്റ് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കാം. കാര്യം എന്നിട്ട് അനുസരിച്ച് ഇതിപ്പോ മാങ്ങ സീസൺ അല്ലാത്ത സമയത്തൊക്കെ വരുന്ന മാങ്ങയൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോ ഇച്ചിരി അടിപൊളിയായിട്ട് ഇത്ര ആയാൽ മതി. ഇത് കൂടുതലാകരുത്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. സംഭവം നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇത് നമ്മുടെ നാടൻ ഒരു കറിയാണ്, മാങ്ങാക്കറി എന്നൊക്കെ പറയാം നമുക്ക്. അല്ലാതെ നമുക്ക് അതിന് പ്രത്യേകിച്ച് പേരും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും മാങ്ങ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതെ ചെയ്തിട്ടുള്ളവർ കാണും ചിലപ്പോൾ. പഴയ കാലത്ത് അമ്മമാരൊക്കെ എല്ലായിടത്തും ചെയ്യുന്നൊരു സംഭവം. അല്ലാതെ ഇപ്പം നമ്മുടെ മാത്രം ഒരു ക്രെഡിറ്റ് ഒന്നും അല്ല. ഇത് എല്ലാ വീടുകളിലും സാധാരണക്കാരെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും പറയും കേട്ടാ. ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കണം അവസാനം ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. കഴിച്ചിട്ടുള്ളവരും അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. അടിപൊളി സാധനമാണ്. നമുക്ക് അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ചിലപ്പോഴേ നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടല്ലോ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒരുപാട് പേര് കണ്ടു പോകുന്നുണ്ട്. അപ്പോൾ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിന് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലല്ലോ. നമ്മളപ്പോൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് അത് കാണുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. പിന്നെ എന്താ പറയുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂട്ടുകാർക്കൊക്കെ. ഫേസ്ബുക്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളു. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.